ഓം വിഷ്ണുവായ ദേവതാം ഓം ശക്തി മഹിഷവാഹനമായി കുന്നമുടിയും കേരിപ്പല്ലും മലത്തിൽ മുദ്രക്കോരും എടത്തകയിൽ ചിരട്ടക്കുതി നിരച്ചരിക്കും വിഷ്ണുവാചാത്തൻ നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വലഭാഗമെന്ന് വശമായിരിക്കായ സ്വാഹ സ്വാമിയൻ ഗുരുവനാണ് സ്വാഹ. വിഷ്ണുവാചാത്തനെ ഉപാസിക്കാത്തതായിട്ട് അല്ലെങ്കിൽ വിഷ്ണുവാചാത്തനെ പ്രാർത്ഥിക്കാത്തവരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായം തേടാത്തവരായിട്ട് വളരെ ചുരുക്കേണ്ടാകുള്ളൂ. ആ ഭഗവാനെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ആളാണ് വിഷ്ണുവാചാത്തൻ. അതുകൊണ്ട് തന്നെ എത്ര സാധാരണക്കാരനായാലും ഇല്ലാത്തവനായാലും ഇനി ഒരു മന്ത്രതന്ത്രാദികൾ അറിയില്ലെങ്കിലും ഭഗവാനെ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയനാകുന്നു ഭഗവാൻ. പഴയകാലത്ത് പല കുടുംബങ്ങളിലും വെച്ചാരാധിച്ചിരുന്ന മൂർത്തിയാണ്. അതും ഉപാസന കഴിഞ്ഞിട്ട് മുത്തച്ഛന്മാരൊക്കെ തപസ്സിന് തുല്യം വളരെ വർഷങ്ങളോളം മറ്റു മുനിമാരൊക്കെ തപസ് ചെയ്യുന്നത് പോലുള്ളതായ ജപത്തോടുകൂടി അല്ലെങ്കിൽ ധ്യാനത്തോടുകൂടി ഉപാസനയോടുകൂടി ആ ഉപാസന ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പം വിഷ്ണുവാചാത്തൻ്റെ ചൈതന്യം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ വിദ്യാമണ്ണം തറ കെട്ടി അതിനിരുത്തി, അല്ലെങ്കിൽ ക്ഷേത്രം കെട്ടി, അല്ലെങ്കിൽ അവർ പടിഞ്ഞാറ്റിയിലെ വട്ടപ്പീഠം, ആ വട്ടപ്പീഠത്തിൽ വിഷ്ണുവാചാത്തനെ അല്ലെങ്കിൽ ഒറ്റക്കാലുള്ള പീഠം അതിൽ വിഷ്ണുവാചാത്തനെ കുടിവെച്ച് ആരാധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുള്ളതായ നൈവേദ്യങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് മുട്ടില്ലാതെ കണ്ട് രണ്ടു നേരം വിളക്ക് വെപ്പും അപ്രകാരം തന്നെ മദ്യം മാംസമൊക്കെ വെച്ചിട്ടുള്ളതായ കർമ്മകാര്യങ്ങളും അദ്ദേഹത്തെ ചെയ്തു വന്നിരുന്നു. ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ചിലപ്പോൾ അദ്ദേഹത്തിന് നേദിക്കും, വേറെ ചിലപ്പോൾ പാകമുണ്ടാവില്ല. അദ്ദേഹം കഴിക്കുന്നത്, അദ്ദേഹം കുടിക്കുന്നതല്ല, ഭക്ഷിക്കുന്നത് അത് എന്താണെങ്കിലും ഭഗവാന് പ്രിയമായിട്ട് ആ ഭഗവാനെ അത് നേദിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗ്യമായിട്ടുള്ള അദ്ദേഹം അത് ഭക്ഷിക്കുക. അപ്പം അത്രയും വിഷ്ണുവാചാത്തൻ സ്വാമിയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത് പെരുമാറുന്നവർക്ക്, അടുത്ത് നിൽക്കുന്നവർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹം നൽകുന്നതാണ്. ഒരു കാട്ടിക്കൂട്ടലുകൾ അത് ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ വലിയ ആളാണ്, അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചപ്പടാച്ച് കാട്ടിയിട്ടൊന്നും നടക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉപാസിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നണം. നമ്മുടേതായ നിത്യം കുളി, നിത്യം പ്രാർത്ഥന, അതേപോലെ തന്നെ ആ ചിട്ടവട്ടങ്ങൾ കണ്ടാൽ തന്നെ ആൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ശബരിമല സീസൺ സമയത്ത് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് മാലയിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളെ കൊണ്ട് തന്നെ അത് മലയ്ക്ക് പോകുന്ന ഒരാളാണോ അല്ലെങ്കിൽ അയ്യപ്പന എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും അതേപോലെ ഭസ്മധാരണം, കുറിയും എല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ കറുപ്പുമുണ്ട്, അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ ഭസ്മം പൂശിയിട്ട് കാലിൽ ചെരുപ്പുണ്ടാകില്ല. അല്ലെങ്കിൽ ശരണം വിളിച്ചിട്ട് വരുന്ന വ്യക്തിനെ കണ്ടാലറിയാം അദ്ദേഹം ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വ്രതം എടുത്ത് അതോട് കൂടിയിട്ടിരിക്കുന്ന ഒരാളാണെന്ന്. അതേപോലെ തന്നെ ചാത്തൻ സ്വാമിയും വെച്ചിട്ട് ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഉപാസിക്കുന്നുണ്ട്, വിളക്ക് വയ്ക്കുന്ന നേരത്തെ കുളിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ നമ്മളെയും കാട്ടി പോരി നമ്മുടെ അയൽവാസികൾക്ക് അവർ ബോധ്യവും. അവരെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം, നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഭഗവാനെ കൃത്യമായിട്ട് ആചരിക്കുമ്പോൾ, അദ്ദേഹത്തിനെ നിത്യം വിളക്ക് വെച്ച് ആചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് നമുക്കൊരു ഗഡു വന്നാൽ, നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. അത് ഏതൊരു കാര്യത്തിനായാലും മെടവും മലവും മുൻപും പിൻപും നിന്ന് അദ്ദേഹം നമ്മളെ താങ്ങി നിർത്തും. അതുകൊണ്ട് തന്നെ ഒരു വീഴ്ച എന്ന് പറയുന്നുണ്ടാകില്ല. പിന്നെ ഏതൊരുത്തിനും കഷ്ടം വരാം, കഷ്ടപ്പാടുകളോ കഷ്ടകാലങ്ങളൊക്കെ വരാം. ഇപ്പോൾ കാലബലം ഈശ്വരബലം ഒക്കെ കുറയുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റ് ബാധാദോഷങ്ങളോ വരവുണ്ടെങ്കിൽ ഏത് ശക്തനായിരിക്കുന്നതായ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി, ആ ഒരു നൂൽപ്പാലത്തിലെത്തുമ്പോൾ ചിലപ്പോൾ തകട്ട് പൊട്ടിയാവും. ഏഴര ശനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7.5 കൊല്ലാണ്. അതങ്ങോട്ട് മറികടക്കുമ്പോഴേക്കും ഏത് വ്യക്തിക്കാണ് അത് വന്നിട്ടുള്ള വെച്ചെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഒന്നുമില്ലാത്ത തരത്തിൽ നശിപ്പിച്ചിട്ടേ പോകും.
അപ്പോൾ അതിനെ നമ്മൾ മറികടക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ സമയം ഇപ്പം എങ്ങനെയാണ്, എന്താണ് അവസ്ഥ, അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ദൈവങ്ങൾ എങ്ങനെയാണ് നല്ല കൃത്യമായിട്ടാണ് ഇരിക്കുന്നത്, ആ ദൈവങ്ങൾക്ക് കൃത്യതയില്ല അശുദ്ധിയാണ്, അല്ല പ്രേതബന്ധങ്ങളുണ്ട്, മറ്റുള്ള ദുരിതങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന ആളുകളെ കണ്ട് പ്രശ്നമുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ച് ഇരിക്കുന്ന ദൈവത്തിന് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ, ബന്ധനങ്ങളുണ്ടോ, ബാധകളുണ്ടോ, പ്രേതാശുദ്ധികളുണ്ടോ, ഇതെല്ലാം വരാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പിന്നെ വരാതിരിക്കാനായിട്ടുള്ളതായ ദേഹരക്ഷ, സ്ഥലരക്ഷ ഇത്യാദികളൊക്കെ ചെയ്യാം. അപ്പോൾ വളരെയധികം മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വിശ്വാചാത്തൻ സ്വാമിയെ പൂജിക്കാത്തവരാരുമില്ല. ഹിന്ദുക്കളാണ് പിന്നെയും അതിനൊരു മടി കാണിക്കുക. അത്രയും അതിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് മുസ്ലിം സഹോദരങ്ങളോ ക്രിസ്ത്യാനികളോ. അവർക്ക് അതിൻ്റെ ശക്തി കൃത്യമായിട്ട് അറിയാം. തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കച്ചവട സംബന്ധമായിട്ട് വിഷ്ണുവാചാത്തനെ കുടിവെച്ച് ആരാധിച്ചിരുന്ന പഴയ ആളുകളുണ്ടായിരുന്നു. ചേക്കുട്ടുപ്പാവ, പത്തിരുമാമ, അങ്ങനെ വെച്ച് ആരാധിച്ചിരുന്നതായ ആ കുടുംബ 4-ാം മേടത്തിൽ അതിനെ കൃത്യതയോട് കൂടിയിട്ട് പരിപാലിച്ചിരുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു, ഐശ്വര്യങ്ങളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സമാധാനമായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറ്റി അത് വേറൊരു വേഷം കെട്ടലായിട്ടാണ് പലരും ഇന്ന് കണക്കിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനെ നോക്കാനായിട്ട്, ദൈവം നമ്മുടെ വീട്ടിൽ കുടിവെച്ചിട്ടുണ്ടെങ്കിലും അതിനെ നോക്കാനായിട്ട് നമുക്ക് നേരില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇറങ്ങി അവരുടേതായ ചോദിക്കാത്ത വിഷയത്തിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നടത്തി ആന നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിനെ, വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആണ്ടൃതകളിൽ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഓണാണെങ്കിൽ ഉത്തരാടത്തിൻ്റെ കർമ്മം ചെയ്യണം, വിഷു ആണെങ്കിൽ അപ്പോഴും അതെ സംക്രമത്തിന് ചെയ്യണം, കർക്കിടക സംക്രാന്തിക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ അവർക്ക് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പൂജകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പല ആളുകളും ഇന്ന് കുടിവെച്ച് ആരാധിക്കുന്നുണ്ട്. അത് അകത്ത് വെച്ചിട്ട് പൂജിക്കുന്നവരുണ്ട്, വിഗ്രഹം കൊണ്ടുവന്നിട്ട്. അത് വയ്യ. കാരണം ആ ഒരു വീട്ടിനകത്ത് വയ്ക്കുമ്പോൾ അവിടെ മെൻസസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് വീടിനോട് കൂടി നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള അടുക്കള ഒരു പെലയുണ്ട്, ആ പെലയിലുള്ളടത്ത് ഇതേപോലെ വീടിൻ്റെ ഉള്ളിൽ തറ കെട്ടിയിരുത്തുക അല്ലെങ്കിൽ വിഗ്രഹം വെച്ചിട്ട് പൂജിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ദുരന്തങ്ങളും ഉണ്ടാകുക. അപ്പോൾ അതിന് ഉചിതമായ തരത്തിൽ അതിനെ ഇരുത്തി വീടിൻ്റെ അവിടെ നിന്നൊക്കെ മാറ്റി റാക്കിൽ നിന്നൊക്കെ മാറ്റിയിട്ട് സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് അവിടെ സ്ഥാനം കണ്ട് കുടിവെക്കുകയാണെങ്കിൽ എല്ലാ ദുരിതങ്ങളും മാറും, എല്ലാ കഷ്ടപ്പാടുകളും മാറും. എന്നാൽ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചെയ്ത് കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലം വിൽക്കണം, അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഡിവോഴ്സാണ്, അതിന് കോടതിയിൽ അവരുടെ നേരിടേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അവരുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത തരത്തിലായിട്ട് മാറുന്നു. അപ്പോൾ അത് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചേ തീരൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വെച്ച് ആരാധിക്കുന്നതായ മൂർത്തികളെ, ആ മൂർത്തികളെ വെച്ച് ആരാധിക്കുന്ന കുടുംബകക്ഷിക്കാരെ ഏകോപത്തോടു കൂടി നിന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആ സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരിക്കും. ഭഗവാനെ കർമ്മം ചെയ്യുമ്പോൾ അത് മാസപൂജയായാലും വാർഷികമായിട്ട് ചെയ്യുമ്പോഴും ആ കുടുംബം 4-ാം മേടത്തിൽ നിന്ന് ഏതെങ്കിലും മക്കൾ അവിടെ എത്തി വരുന്നൊരു പതിവുണ്ടാവും. വിഷ്ണുവായിക്കോ ഗുരുമുത്തച്ഛനോ ഭദ്രകാളിക്കോ അങ്ങനെ ഏതൊക്കെയോ മൂർത്തികൾ വെച്ചെങ്കിൽ അവരൊക്കെ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടോ വെളിച്ചപ്പെട്ടു വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തെങ്കിലും ചാടി ബഹളം വെച്ചിട്ട് കാര്യമില്ല. ആ വിഷ്ണുമായുടെ ശബ്ദമായിരിക്കണം, വിഷ്ണുമായുടെ വാക്കുകളായിരിക്കണം. അപ്പോൾ ഓരോ കുടുംബം 4-ാം മേടത്തിലും ഇപ്രകാരം കാണാനുള്ള സാധ്യതകളുണ്ട്. ചിലർ അതിനു വേണ്ടി പഠിച്ചിരിക്കുന്നവരുണ്ട്. അല്ലാതെ അത് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നതുകൊണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും
അദ്ദേഹത്തിന് വിശ്വനാഥൻ സ്വാമി നന്നായിട്ട് പൂജിക്കുക, ആചരിക്കുക. ഇതൊരു കളിയാക്കൽ പ്രസ്ഥാനമായിട്ട് ഇരിക്കാതെ, കാരണം എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ വിശ്വനാഥൻ സ്വാമിക്ക് കളമിട്ടിട്ട് അദ്ദേഹത്തിന് കർമ്മം കൊടുക്കാം. വിഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ ഒരു 9 അടിക്ക് കളം കെട്ടിയിട്ട് അരിപ്പൊടി, മഞ്ഞപ്പൊടി, കരിപ്പൊടി അല്ലെങ്കിൽ പച്ച, ചുവപ്പ് ഇത്യാദികളോട് കൂടിയിട്ട് കളം നിർമ്മിച്ച് ആ കളത്തിൽ ഇല നിറക്കി വെച്ച് അതിൽ അരി നെല്ല് വയ്ക്കുക. അതിനുശേഷം തവിട് വെച്ച് അതിൻ്റെ മീതെ തിരി കത്തി വെച്ചിട്ട് കള്ള്, ഗുരുതി, അതേപോലെ തന്നെ ബ്രാൻഡി ഇത്യാദികളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കോരി കൂട്ടി, ആ ഗുരുതിയോടുകൂടി കോരി കൂട്ടിയിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക. അല്ലാത്തവർ ചിലവർ വാർഷിക ആയിട്ട് നോക്കുമ്പോൾ കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികളായാലും ശരി, കൂട്ടായിട്ട് ചെയ്യാൻ സന്നദ്ധനായിട്ട് വരികയാണെങ്കിലും ശരി, വിശ്വനാഥൻ സ്വാമിക്ക് ഒരു കളം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അദ്ദേഹത്തിന് കളം കഴിക്കുമ്പോൾ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ വരുമ്പോൾ ആ കെട്ടുകിടക്കുന്നതായ ശക്തിക്ക് ഒരു പുത്തൻ ഉണർവുണ്ടാകുന്നൊരവസ്ഥയാണ് കളം കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അത് നേരത്തെ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു കേസ് ജയിക്കണം, അല്ലെങ്കിൽ പെണ്ണ് വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ബിസിനസ് കച്ചവടം ഉണ്ടാകണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും ചാത്തനെ ആവാഹിച്ചു കൊടുക്കുക. ചാത്തനെ ആവാഹിച്ചു കൊടുത്തിട്ട് ഇതവിടെ കൊണ്ടുവച്ചോളൂ, എല്ലാം നടന്നോളൂ. ചിലർ അവിടെ വെച്ച് പറഞ്ഞ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞാലും ഒന്നും ശരിയാവില്ല എന്ന് പറയും. അപ്പം ഇത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ അതിലേക്ക് ഭക്തി വന്നോളണമെന്നില്ല. ഇപ്പോൾ ഒരു കേസ് ഉണ്ട്, ആ കേസ് വിധിയാവണം, നമുക്ക് അനുകൂലമായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ച് പോകുമ്പോൾ മറ്റുള്ളവർ അതിന് വേണ്ടിയിട്ടല്ല, അവർ കൃത്യമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആചരിക്കുന്നത്. ഇവിടെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് മാത്രം മനസ്സ് വരുള്ളൂ, ഭഗവാനോട് മനസ്സ് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ഇല്ലാതെ വരുന്നു. ചിലവർക്ക് വെറുപ്പും തോന്നുന്നു, പിന്നെ അവിടെയൊക്കെ ഇരുന്നിട്ട് തന്നെ അത് ഇത് അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ എന്തിനാ ചെയ്യണത്, ഏതിനാ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ വിഷ്ണുവായിക്ക് സ്ത്രീകൾ തുള്ളി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചലമ്പോടി ഇല്ലെങ്കിലും ആ ചലമ്പോടി ഉള്ള പോലെ തന്നെ വിഷ്ണുനാഥൻ സ്വാമിയെ ആരാധിക്കുന്നത്, അല്ല ഈ നൃത്തത്തിൽ വന്നിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾക്ക് ചിലപ്പോൾ അസൂയ തോന്നാം, അത്രയും ഡീസൻ്റായിട്ടാണ് അവർക്ക് തുള്ളുന്നത്. അപ്പോൾ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് ആ നിശ്ചയദാർഢ്യത്തോടുകൂടി പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ മുറുക്കാൻ ചെല്ലം അല്ലെങ്കിൽ മുറുക്കാൻ വട്ടി ഇതൊക്കെ വെച്ചിട്ട് ഷാപ്പിൽ പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഷാപ്പിലൊക്കെ വെച്ചിട്ട് കോരി കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ ഇതാണെങ്കിലും ഭഗവാന് വളരെയധികം പ്രിയമുള്ളതാ. മണ്ണത്ത് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവിടെ അങ്ങനെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അത് വട്ടിയുമേ ഒരു തിരി കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ തവിട് വെച്ചിട്ടൊക്കെയോ അദ്ദേഹത്തിനെ ആചരിക്കുമ്പോൾ അവരുടെ പ്രത്യേകമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. അപ്പോൾ മന്ത്രങ്ങൾ അറിയില്ലെങ്കിലും ആ കുടുംബനാലാമ എടുത്ത് വെച്ച് ആരാധിക്കുന്നതായ വിഷ്ണുനാഥൻ സ്വാമിയെ ഞാൻ തരുന്ന കർമ്മ സന്തോഷത്തോടുകൂടി അനുഭവിക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തെറ്റോ കുറ്റങ്ങളോ പുറത്ത് കർമ്മത്തിന് വന്നിരിക്കുന്ന ആളുകൾക്ക് എല്ലാവരും അവരുടെ ദുരിതങ്ങൾ തീർന്ന് എന്നെന്നും നന്മകൾ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർമ്മം അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ ഏതൊരു ദുരിതം ഉണ്ടെങ്കിലും, പ്രേതദോഷങ്ങളോ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ ബന്ധനങ്ങളോ ആഭിചാരദോഷം ഉണ്ടെങ്കിലും ഭഗവാന്റെ നല്ല മനസ്സുകൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.